പൂജിതമല്ലോ കർത്താവേ, മരണം മൂലം ഞങ്ങൾ വിട്ടുപോകാൻ ശാന്തി നടമേ. അയലെ വിധവയോട് തോന്നി അവരുടെ മകൻ ജീവൻ പ്രദാനം ചെയ്ത മിശിഹായേ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബത്തെ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. തീർച്ചയായിട്ടും അമ്മ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏറെ സ്നേഹത്തോടുകൂടിയുള്ള മക്കള് എന്ന് ഇപ്രകാരം ചിന്തിക്കും. നല്ല കാലത്തോളം അമ്മച്ചിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിച്ചു. അവസാന കുറച്ച് നാളുകളിൽ അമ്മച്ചിക്ക് വേണ്ട ശുദ്ധി ചെയ്യുവാനും നമുക്ക് സാധിച്ചുവെന്ന് തീർച്ചയായിട്ടും അമ്മച്ചിക്ക് വേണ്ടി ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ ത്യാഗമേറ്റെടുത്ത കുടുംബാംഗങ്ങളെ അമ്മച്ചിയുടെ പേരിൽ തന്നെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കൊന്ന് ചെയ്യുവാനുള്ള പ്രാർത്ഥന വെറും യാത്രയാക്കുക എന്നുള്ളത് അമ്മച്ചി ജീവിതം ധന്യമാണെന്ന് പറയുവാനായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഇടവക സമൂഹത്തിലെ ഏറെ ധന്യമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു മകനെ വേഗമായിട്ട് വിട്ടുകൊടുത്തു. പോളിച്ചേട്ടന് ഒരു കൈക്കാരൻ നേരെ ഇടവക വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പോളിച്ചേട്ടൻ അമ്മച്ചിക്കുന്ന ആശ്വാസമായിരുന്നു. ഒരു കൊച്ചുമകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മകൻ അത്താഴയിലേക്ക് കയറുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. അതും അമ്മച്ചിയുടെ സന്തോഷമായ ഒരു അനുഭവമാണ്. ഇവരൊക്കെ തന്നെ അമ്മച്ചി ജീവിതത്തിന് വലിയ സാക്ഷ്യമാണ്. ജീവിതം ധന്യമായിരുന്നു, മനോഹരമായിരുന്നു എന്നുള്ളത്. അത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മച്ചിക്ക് നിത്യകിരീടം നൽകണമെന്ന് അമ്മച്ചിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം ഇനിയുള്ള കാലത്ത് നമ്മൾ അനുകൂലമായി നയിക്കണമെന്നുള്ളതാണ്. ഞാനിതാ യാത്രയാകുന്നു. നിങ്ങൾ ഞാൻ നൽകിയ ചിന്തകൾ, ഞാൻ നൽകിയ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനോഹരമായി നയിക്കുവാനായിട്ട് അമ്മച്ചി നിശബ്ദമായിട്ട് പറയുകയാണ് എന്ന് അമ്മച്ചി ദൈവത്തിൻ്റെ മടിയിൽ ഉണരുവാനായിട്ട് ഉറങ്ങുകയാണ്. പ്രാർത്ഥന പ്രവേശിച്ച് പങ്കെടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അമ്മച്ചി യാത്രയാക്കാം. അമ്മച്ചി കാലത്തുലായി കുടുംബാംഗം പിന്നെ സുഹൃത്തുക്കൾ പ്രത്യേകമായിട്ട് ഇടവകളുടെ പേരിലും ഇവിടെ എല്ലാവരുടെ പേരിൽ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥന പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. ഭാവികളിൽ സഹിതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരെ ആശീർവദിക്കണം. ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാര്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഒപ്പിക്കുന്നതിന് നാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഇന്നും അവരെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവൻ പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണെന്നാദത്തെ സൃഷ്ടിച്ചവനുമായ സന്താനോദ്ധാരമായ നവീകരണമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശത്തിന്റെ മുടിയ രാജാവും ജീവന്റെയും മനത്തിന്റെ നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകും. ജീവനാഥനും ദാവത്രനും പരിശുദ്ധാത്മാവുമായ മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചടലിൽ
നെടുവേ പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബെത്സയിലായിൽ സഹോദരിമാരാം മറിയം സുഗന്ധനീരും വീട്ടിയിടുന്നു. ജീവനുമയിലും ഞാനാകുന്നു കരയൊരു ദേവം കരുണയുടെ അന്ത്യകമാർന്നകിലേശം ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബെത്സയിലായിൽ സഹോദരിമാരാം മറിയം സുഗന്ധനീരും വീട്ടിയിടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാൻ ഇപ്പോൾ യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതലെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവനെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. കൃപയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ വിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാലനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാഗ്രതയാ നിൻ പ്രിയജനമേ അരുദിനമണിപോർക്കണമെന്നേ. ഭവനത്തിലെ പ്രാർത്ഥന ശുശ്രൂഷ അവസാനിക്കുകയാണ്. ദേവാലയത്തിലേക്ക് സംഭവിക്കുന്നു. യാത്ര ചെയ്തവര് മുന്നോട്ട് നീങ്ങി മെയിൻ റോഡിലെത്തിയിട്ട് വാഹനം കയറുക, ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുക. ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമത്താനും സാധനമേവം കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടെ വിട്ടുപോയിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമുദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥനയാലും വിശ്വ അവരോടുള്ള നിർത്തുമാറാകട്ടെ. സന്ദർശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കുട്ടാനും പ്രതീക്ഷകളും ഉയർത്തിക്കണമേ. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിനാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിന് ഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നോ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കേൾക്കാൻ
വിധവും വിശ്വന്മാർ നൽകേണ്ട പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനെ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം ഇനി ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വളർന്നു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമതിയോടെ ചരിതകളാം സാരായിച്ച മർത്തയോടും കൂടെ കടശീലുത്താനും നിതരാം കനിവാർന്നരുളത്തെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുലിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുലിയോടെ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെ നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായി നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാര കർമ്മത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടെ നിമിത്തം നിങ്ങൾ ഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എനിക്കും. അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണിപ്പോൾ.
ആ സൈഡ് അവിടെ എന്ത് കുടിക്കുക ശരി